ഒരു മുടിവെട്ടോടെ ഇന്നത്തെ കഥ തുടങ്ങിയാലോ? 3 വർഷത്തെ ലോങ് ഹെയർ ലവിന് ശേഷം അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഞാൻ വീണ്ടും ബാക്ക് ടു ഷോർട്ട് ഹെയറിലേക്ക് പോവുകയാണേ. ഈ ഹെയർ കട്ടിംഗ് ഒക്കെ ഒരു റിഫ്രഷിംഗ് പരിപാടിയായിട്ടാണ് ഞാൻ കാണാറ്. പഴയതെന്ന് മാറി ഒരു പുതുമ കിട്ടിയ പോലുള്ള തോന്നലാണ്. ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയും പാസ്സാക്കി നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് ലുലു ഹൈപ്പറിലേക്കാണ് പോയേ. 2 ആഴ്ചയ്ക്കുള്ള ഗ്രോസറിയാണ് പൊതുവെ ഷോപ്പ് ചെയ്യാറ്. കഴിവതും ഫ്രഷ് ഐറ്റംസ് വാങ്ങി യൂസ് ആക്കാനുള്ള സൂത്രപ്പണിയാണിത്. കല്യാണത്തിന് മുന്നൊക്കെ ഞാനിവ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഉള്ളി എത്ര വേണം, ഏത് ടൈപ്പ് മുളക് വേണം, ഈ ആഴ്ചത്തെ കുക്കിങ്ങിന് എന്തൊക്കെ വേണം എന്നൊക്കെ കാൽക്കുലേഷൻ നടത്തുന്ന എക്സ്പേർട്ടാണ് ഞാൻ. ദീപാവലി പ്രമാണിച്ച് പല വെറൈറ്റിയിലുള്ള സ്വീറ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. പൊതുവെ സ്വീറ്റ് ലവർ അല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടധികം ചിക്കിപ്പെറുക്കാൻ പോയില്ല. ലുലു ഡെയിലിയിൽ കിട്ടാത്ത ഫിഷ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. അങ്ങ് സാൽമൺ തൊട്ട് ഇങ്ങ് നമ്മുടെ ചാള വരെ ഇവിടെ കിട്ടും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഹാംലീസിൻ്റെ പ്ലേ ഏരിയയിലേക്കാണ് പോയത്. ഈ പ്ലേ ഏരിയയിൽ ചെല്ലുമ്പോൾ ഇവനൊരു പ്രത്യേക ചിരിയാണ്. അങ്ങനെ അവൻ്റെ കളിയും കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും ഞങ്ങൾക്ക് ഏറെ പ്രിയമുള്ളതാണ്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും.